السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا مرحبا بكم إلى لقائنا الجديد من لقاءات دروس اللغة العربية لغير الناطقين بها تحت إشراف فهم القرآن على أيسر الطريق. وما زلنا نقرأ الدرس الأول من دورة الثالثة بعد إكمال الكتاب كاملا ما عدا الدرس الأول. ഒന്നാമത്തെ പാഠം ഒഴികെയുള്ള ബാക്കി എല്ലാ പാഠങ്ങളും പഠിച്ചു കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഒന്നാമത്തെ പാഠം പഠിക്കുന്നത്. നമ്മളെവിടെ നിർത്തിയത്? അസ്മാഉൽ ഖംസ പറഞ്ഞായിരുന്നു. അസ്മാഉൽ ഖംസ പറഞ്ഞു. ഖംസ പറഞ്ഞിട്ട് صفحة رقم 8. صفحة رقم 8. تعرب الأسماء الخمسة. أسماء الخمسة നമ്മൾ അലാമത്തുൽ നസ്ബി അലിഫാണ്, യാ ആണ്, അലാമത്തുൽ ജരി യാ ആണെന്നൊക്കെ പറഞ്ഞു. അത് എപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് തുഅറബുൽ അസ്മാഉൽ ഖംസതു ബിഹാദിഹിൽ അലാമാതി, ഈ അടയാളത്തിൽ ഇഅ്റാബ് ചെയ്യപ്പെടുന്നത്. ഇഅ്റാബ് ചെയ്യാന്ന് പറഞ്ഞ മനസ്സിലായല്ലോ, അന്ത്യം മാറ്റപ്പെടുന്നത്. ഈ ഇനത്തിൽ ഇഅ്റാബ് ചെയ്യുക എന്നാണ് നമ്മൾ പറയുന്നത്. അന്ത്യത്തിൽ അടയാളം മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം ചില സമയത്ത് അടയാളം കാണാൻ പറ്റില്ല, ചില സമയത്ത് സപ്ലിമെന്ററി അടയാളം കൊണ്ടായിരിക്കും അടയാളപ്പെടുത്തുക. അതുകൊണ്ടാണ് അടയാളം മാറുന്നത് എന്ന് പറയാത്തത്. ഇഅ്റാബ് ചെയ്യപ്പെടുന്നു എന്നാണ് പറയുന്നത്. തുഅറബുൽ അസ്മാഉൽ ഖംസതു ബിഹാദിഹിൽ അലാമാതി, ഈ അടയാളത്തിൽ ഇഅ്റാബ് ചെയ്യപ്പെടും അടയാളങ്ങളിൽ ഇദാ കാനത് മുദാഫതൻ, അതെന്താകുമ്പോൾ ഇളാഫത്ത് ചെയ്യപ്പെട്ടതാകുമ്പോൾ മാത്രം. ഇലാ ഗൈരി യാഇൽ മുതകല്ലിം, മുതകല്ലിമിന്റെ യാഇലേക്ക് അല്ലാത്തതിലേക്ക്, മുതകല്ലിമിന്റെ യാ അല്ലാത്ത ഏതെങ്കിലും ഒന്നിലേക്ക് ഇളാഫത്ത് വരുമ്പോഴാണ്. ഇപ്പൊ നമുക്കറിയാം അഹുൻ, ലീ അഹുൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു സഹോദരൻ ഉണ്ട് എന്നാണ്. അതേപോലെ അബുൻ എന്നൊക്കെ പറയും. അതേസമയം അതിനെ വേറൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോഴാണ് അതിന്റെ അടയാളം ഈ രീതിയിൽ മാറുന്നത്. ഉദാഹരണം പറയുന്നത് മുത്തക്കല്ലിം വ ഇല്ല എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് കേട്ടോ. സാധാരണ ഇല്ല കഴിഞ്ഞിട്ട് ഏത് എന്ന് പറയുമല്ലോ. ഇവിടെ എന്താണ്? വ ഇല്ല, അല്ലെങ്കിൽ ബിൽ അലാമത്തിൽ അസ്ലിയ, അങ്ങനെ ഇളാഫത്ത് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ, വ ഇല്ല അങ്ങനെ അല്ലെങ്കിൽ ബിൽ അലാമത്തിൽ അസ്ലിയ, യഥാർത്ഥ അടയാളങ്ങൾ കൊണ്ട് തന്നെ അത് ഇഅ്റാബ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ റഫിന്റെ സ്ഥാനത്ത് ലം വരും, ജറിന്റെ സ്ഥാനത്ത് കസ്ർ വരും, അതേപോലെ നസ്ബിന്റെ സ്ഥാനത്ത് ഫത്ഹ വരും. ബിൽ അലാമത്തിൽ അസ്ലിയ. നഹ്വ് എക്സാമ്പിൾ, ലീ അഖുൻ, എനിക്കൊരു സഹോദരനുണ്ട്. ലീ അഖുൻ എന്ന് പറയുമ്പോൾ അഖുൻ എങ്ങനെ എന്തുകൊണ്ട് റഫർ ആണ്? അഖുൻ ലീ ആണ് ആക്ച്വലി.
അങ്ങനെ അപ്പൊ എന്താണ് മുബത്തദ? അത് മുബ്തദാണ്. അൽ മുബത്തദ മുബത്തദ ആയതുകൊണ്ടാണ്. അൽ മുബത്തദ വൽ ഖബറു മർഫുഅതാനി. മുബത്തദ ആയിരുന്നാലും ഖബർ ആയിരുന്നാലും റഫ് ചെയ്യപ്പെട്ടതായിരിക്കും. നമ്മൾ ഒരുപക്ഷെ മുമ്പ് ആ രീതി പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ മുബത്തദ ഖബർ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ടില്ല. ഖബറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫോക്കസ് ചെയ്യാതിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഷോർട്ട് കട്ടിന് വേണ്ടിയാണ്, എളുപ്പത്തിന് വേണ്ടിയാണ്. ഈ ലമ്മ് മാറുന്ന സന്ദർഭം ഏതാണെന്നാണ് നോക്കാൻ പറഞ്ഞത്. ലമ്മ് അടിസ്ഥാനപരമായും ലമ്മായിരിക്കും. ലമ്മ് മാറുന്നത് എപ്പോഴാണ് എന്നാണ് നോക്കാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ മുബത്തദ ഖബറിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എവിടെയോ പറഞ്ഞിട്ടുണ്ട് അൽ മുബത്തദ വൽ ഖബറും മർഫുഅതാനി, മുബത്തദ ഖബറും റഫ് ചെയ്യപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതേപോലെ ലീ എന്തുകൊണ്ട് ഇവിടെ മുമ്പേ വന്നു? ജാറു മജ്റൂറാണ്. ജാറ് മജ്റൂർ ആണെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യും? മുമ്പേ വരും, മുൻകിടക്കും. സഅൽതു അഖൻ, അപ്പൊ എന്തുകൊണ്ട് നസ്ബ് വന്നു? മഫ്ഊലുൻ ബിഹി ആയതുകൊണ്ട് നസ്ബ് വന്നു. അപ്പോ എന്ത് ചെയ്തു? ഫത്തഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. ഇവിടെ ലമ്മത്ത് കൊണ്ട് റഫഅ ചെയ്തു. അൻത കഅഖിൻ, ഇനി ഒരു സഹോദരനെ പോലെയാണ്. അപ്പോ കാഫ് വന്നപ്പോൾ കസ്ർ ചെയ്തു. അപ്പൊ എന്ത് ചെയ്തു? കസ്റത്ത് കൊണ്ട് ജർ ചെയ്തു. അപ്പോ അതാണ് പറഞ്ഞത്. അപ്പം എന്ത് ചെയ്യും? ഇളാഫത്ത് ചെയ്താൽ യാ അൽ മുത്തകല്ലിം ഒഴികെയുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്താൽ മാത്രമാണ് ഈ അടയാളം മാറുന്നത്. യാ അൽ മുത്തകല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്താൽ എന്താകും? യാ ഉൽ മുത്തകല്ലിമിന് അനുയോജ്യമായ അടയാളമായിരിക്കും വരിക. ഓക്കെ. അങ്ങനെ വരുമ്പോ അതാ അബി അല്ല അബി എന്ന് പറയുമ്പോ എന്റെ ഉപ്പ എന്നാണ്. അപ്പൊ എന്ത് ചെയ്തു? വാവ് കൊടുക്കാൻ പറ്റില്ല അവിടെ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? യാ അവിടെ പ്രസക്തമാകുന്നില്ല. യാ അൽ മുത്തകല്ലിമാണ്. അതിലേക്ക് ഇളാഫത്ത് ചെയ്യുമ്പോൾ എന്ത് വേണം? യാ വരണം. ഇളാഫത്ത് ചെയ്യുമ്പോൾ കസ്റ വരുമ്പോൾ യാ വരും. ലമ്മ് വരുമ്പോൾ വാവ് വരണം. ജർ വരുമ്പോൾ യാ വരണം. പിന്നെന്താണ്? നസ്ബ് വരുമ്പോൾ അൽഫ് വരണം. അപ്പൊ അബാ, അബി, അബു എന്ന് പറയാം. ആദാ അബി, റഅയ്തു അബി, ഞാൻ എന്റെ ഉപ്പയെ കണ്ടു. റഅയ്തു അബായ അല്ല. മറർത്തു ബി അബി, പല അടുത്തുകൂടി നടന്നുപോയി. ബി അബി, അപ്പോഴ് പ്രത്യേകിച്ച് ഒരു യാ ഇല്ല. എന്റെ ഉപ്പ എന്ന അർത്ഥം മാത്രമേയുള്ള യാ മുത്തകല്ലി മാത്രമേ ഉള്ളൂ. അതാ അബി, അതാ അബൂയ അല്ല, അതാ അബി. അബൂയ എന്ന് വിളിക്കും അല്ലേ സാധാരണ സ്പോക്കണില്. സ്പോക്കൺ ലാംഗ്വേജില് ലഹ്ജയില് അബൂയ എന്ന് വിളിക്കും. പക്ഷെ റിട്ടൺ ലാംഗ്വേജില് അവിടെ പ്രത്യേകിച്ച് വാവ് വരുന്നില്ല. ഇനി നാലാമത്തെ പോയിന്റ്, എന്താണ്? ജംഉൽ മുദക്കരി സാലിം. ജംഉൽ മുദക്കരി സാലിം എന്ന് പറഞ്ഞാൽ എന്താണ്? കുല്ലുൽ അലാമാത്തി ഫീഹി ഫർഇയ്യത്തുൻ. അപ്പോ ജംഉൽ ഇതിന്റെ അലാമത്ത് അടയാളങ്ങളുടെ ഇതാണ് പറഞ്ഞു വരുന്നത് അല്ലെ. ജംഉ മുദക്കർ സാലിമിന് അസ്ലിയായ അടയാളമല്ല വരിക, പിന്നെന്താണ്? ഫർഇയ്യായ അടയാളം. അസ്ലിയായ അടയാളവും ഫർഇയ്യായ അടയാളം എന്താണ്? അസ്ലി ലമ്മത്ത് ഫത്തഹത്ത് കസ്റ. അതാണ് അസ്ലിയായ അടയാളങ്ങൾ. ഫർഇയ്യായ അടയാളങ്ങൾ മാറി വരും. അപ്പൊ ഇവിടെ ജംഉ മുദക്കർ സാലിമില് കുല്ലുൽ അലാമാത്തി ഫീഹി ഫർഇയ്യത്തുൻ, ഇതെല്ലാം സപ്ലിമെന്ററി സിമ്പിൾസ് ആണ്. അല്ലെങ്കിൽ നേരത്തെ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? സെക്കൻഡറി സിമ്പിൾസ് അല്ലെ. എന്തായിരുന്നാലും അത്
ഒറിജിനൽ അടയാളങ്ങളല്ല അതിലുണ്ടാവുക. വഹിയ അതിനെന്താണ് സപ്ലിമെന്ററി അടയാളങ്ങൾ? അലാമത്തുർ റഫ്ഇ അൽ വാവു. മുദക്കർ സാലിം ജാഅ മുസ്ലിമൂന ഇവിടെ ഉണ്ട് ഉദാഹരണമുണ്ട്. നഹ്വ് ദഖലൽ മുദർരിസൂന, ദഖലൽ മുദർരിസൂന. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഊന എന്നാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒറിജിനൽ അറബിയിലെ എന്താണ് വാവാണ് അതിന്റെ റഫ്ഇന്റെ അടയാളം എന്നാണ് പറയേണ്ടത് ഗ്രാമറില്. നഹ്വില് സാധാരണ പറയുന്നത് അങ്ങനെയാണ്. അതായത് ഗ്രാമീയന്മാരുടെ പ്രയോഗം അനുസരിച്ച് അലാമത്തുർ റഫ്ഇ അൽ വാവു, അവിടെ റഫ്ഇന്റെ അടയാളം വാവാണ്. നഹ്വ് ദഖലൽ മുദർരിസൂന, അപ്പോ ഊന വന്നു, വാവാണ് അവിടെ റഫ്ഇന്റെ അടയാളം. അലാമത്തു നസ്ബി, നസ്ബിന്റെ അടയാളം അൽ യാഉ. നഹ്വ് സഅൽതു അൽ മുദരിസീന, അപ്പൊ ഈന വന്നു. അപ്പൊ എന്താണ്? നസ്ബ് ആയതുകൊണ്ടാണ് ഈന വന്നത്. അതേപോലെ അലാമത്തുൽ ജർരി അൽ യാഉ, ജറിന്റെ അടയാളവും യാ തന്നെയാണ്. നഹ്വ് ഹാദിഹി ഹുർഫത്തുൽ മുദരിസീന. നേരത്തെ സഅൽതുൽ മുദരിസീന എന്ന് പറഞ്ഞപ്പോ മുദരിസീൻ മഫ്ഊൽ ബിഹിയാണ്, അതുകൊണ്ട് ഈന വന്നത് അല്ലെങ്കിൽ യാ വന്നത് നസ്ബിന്റെ അടയാളമായിട്ടാണ്. ഇവിടെ നഹ്വ് ഹാദിഹി ഹുർഫത്തുൽ മുദരിസീന ഇളാഫത്ത് ചെയ്തു. അപ്പൊ അതുകൊണ്ട് മുദരിസീന എന്നത് ജർ ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ജറിന്റെ അടയാളമായിട്ടാണ് യാ വന്നത്. ഇനി അൽ മുസന്നയില് കുല്ലുൽ അലാമാത്തി ഫീഹി ഫർഇയ്യത്തുൻ, അതിലും എന്താണ്? മുസന്നയിലും കുല്ലുൽ അലാമാത്തി ഫീഹി ഫർഇയ്യത്തുൻ സപ്ലിമെന്ററി അടയാളങ്ങളാണ്. അലാമത്തുർ റഫ്ഇ അൽ അലിഫു, മുസന്നയില് അലാമത്തുർ റഫ് എന്താണ്? അലിഫാണ്. റഫ്ഇന്റെ അടയാളം അലിഫാണ്. നഹ്വ് ഗാബ ത്വാലിബാനി, ത്വാലിബാനി രണ്ട് സ്റ്റുഡൻസ് അബ്സെന്റ് ആയി. അപ്പൊ ത്വാലിബാനി എന്താണ്? ആനി, നമ്മൾ ആനി ഈന ഊന എന്നാണ് പറഞ്ഞത്. ആനിയിൽ എന്താണ്? അലിഫാണ് അടയാളം. അലാമത്തു നസ്ബി അൽ യാഉ വൽ ജർരി അൽ യാഉ, ജറിന്റെയും നസ്ബിന്റെ അടയാളങ്ങൾ യാ ആണ്. ഉദാഹരണം തലബൽ മുദീറു ത്വാലിബൈനി, തലബൽ മുദീറു ത്വാലിബൈനി. തലബ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ അർത്ഥം? രണ്ട് സ്റ്റുഡൻസിനെ ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ, റിക്വസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ട് സ്റ്റുഡൻസിനെ വിളിച്ചു. അലാമത്തുൽ ജരി, അപ്പൊ ഇവിടെ എന്താണ്? തലബൽ മുദരിസു മുദീറു ത്വാലിബൈനി. അപ്പോ തലബയുടെ മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് ത്വാലിബൈനി നസ്ബ് ചെയ്യപ്പെട്ടതാണ്. രണ്ടാമത്തേത് ഹാദിഹിൽ ഹുർഫത്തു ലി ത്വാലിബൈനി, ഹർഫ് ജർ വന്നതിനാൽ അവിടെ ത്വാലിബൈനിയുടെ യാ ജറിന്റെ അടയാളമാണ്. അപ്പൊ എന്തായാലും ദ്വിവചനത്തില് റഫിന്റെ അടയാളം അലിഫും നസ്ബിന്റെയും ജറിന്റെയും അടയാളം യാവുമാണ്. ഇനി അൽ ഇഅ്റാബു തഖ്ദീരി, ഇഅ്റാബു അത്തഖ്ദീരി സാങ്കല്പികമായ അടയാളം. സാങ്കല്പികമായ അടയാളം എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലെന്നല്ല, നമ്മൾ മലയാളത്തിൽ പറയുന്നത് സാങ്കല്പികമായ എന്നല്ല. ശരിക്കും എന്താണ്? അടയാളം സങ്കല്പിക്കൽ അല്ലെങ്കിൽ അടയാളം കരുതൽ, അടയാളത്തെ കരുതൽ. തഖ്ദീരി എന്ന് പറയുന്നത്, തഖ്ദീർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ തഖ്ദീറല്ല ഇത്, നിർണയിക്കൽ ആ അർത്ഥത്തിലുള്ള ഇതല്ല. മറിച്ച് എന്താണ്? അവിടെ നമ്മൾ കരുതുക, വിചാരിക്കുക. ലാ തദ്ഹറു അലാമാത്തുൽ ഇഅ്റാബി, അടയാളം ലാ തദ്ഹറു വെളിവാവുകയില്ല. എന്തുകൊണ്ടാണ് തദ്ഹറു എന്ന് താവ് ഉപയോഗിച്ച് മുഅന്നസ് ഉപയോഗിച്ചത്? അലാമാത്ത് മുഅന്നസാണ്, സ്ത്രീലിംഗ ബഹുവചനമാണ്. സ്ത്രീലിംഗ ബഹുവചനമായതുകൊണ്ട് ഫിഅല് മുഫ്രദ് മുഅന്നസിനാണ് ഉപയോഗിക്കുന്നത്. മുഫ്രദ് മുഅന്നസിനാണ് ഉപയോഗിക്കുന്നത്. لا تظهر علامات الإعراب في ثلاثة أنواع من الأسماء، في ثلاثة أنواع من الأسماء فتقدر فيها العلامات. മൂന്നിനങ്ങളിലും എന്താവൂല?
അടയാളം വെളിവാവുകയില്ല. ഫതുഖദ്ദറു, അപ്പൊ എന്ത് ചെയ്യും? സങ്കല്പിക്കും, കരുതും. ഫിഹാ, അതിൽ അലാമാത്തു, അതിൽ അടയാളങ്ങൾ എന്ത് ചെയ്യും? കരുതണം. വഹാദിഹിൽ അൻആമു അൻവാഉ, ഏതൊക്കെയാണ് ഈ 3 ഇനങ്ങൾ? അൽ മഖ്സൂറു വൽ മൻഖൂസു വൽ മുളാഫു ഇലാ യാഇൽ മുതകല്ലിമി. ഒന്നെന്താണ്? മഖ്സൂർ. മഖ്സൂർ എന്താ? അലിഫ്, ലാസ്റ്റ് അലിഫ്. ആ. മൻഖൂസ് യാ ലാഹിറത്ത് വരുന്നുണ്ട്. ആ, ഉദാഹരണം പറയും. അൽ മഖ്സൂറു ഹുവൽ ഇസ്മു. ഹുവൽ ഇസ്മു എന്ന് വായിക്കാൻ പാടില്ലെന്ന് അറിയാമല്ലോ. ഹുവൽ ഇസ്മുൽ മുഅറബു, അതെന്താണ്? ഇറാബ് ചെയ്യപ്പെടുന്ന ഇസ്മാണ്. അല്ലദീ ആഖിറുഹു അലിഫുൻ ലാസിമത്തുൻ. മുസ്തശ്ഫ, ഫത പോലെ എന്താണ്? അലിഫ് അവിടെ ഉണ്ടാവും, അല്ല, ലാസിമായ അലിഫ്. ഇതാണ് അവിടെ അലിഫ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. മുസ്തശ്ഫ എന്ന് പറയുമ്പം അലിഫ് യാന്റെ ഷേപ്പിൽ എഴുതും. അസ എന്ന് പറയുമ്പോൾ അലിഫിന്റെ ഷേപ്പിൽ എഴുതും. അലിഫ് എന്താണ്? അലിഫിന്റെ ഷേപ്പിൽ എഴുതും. മുസ്തശ്ഫയും ഫതയ്ക്കും യാന്റെ ഷേപ്പിൽ എഴുതും. അപ്പൊ എന്താണ്? ആഖിറുഹു അലിഫുൻ ലാസിമത്തുൻ, അവിടെ അലിഫ് വേണം. ലാസിമായ അലിഫ് എന്താകും? അതില് ഉണ്ടാകും. അങ്ങനെയുള്ള ഇസ്മിന് എന്ത് പറയും? മഖ്സൂറൻ. മഖ്സൂർ. തുഖദ്ദറു ഫീഹി, അതിലെന്ത് ചെയ്യും? സങ്കല്പിക്കപ്പെടും അല്ലെങ്കിൽ കരുതപ്പെടും. അൽ അലാമാത്തു സലാസു, ഫതഹും, അതായത് അതിലെ റഫ്ഉം ജറും നസ്ബും എല്ലാം എന്താണ്? കരുതപ്പെടുകയാണ് ചെയ്യും. തുഖദ്ദറു ഫീഹിൽ അലാമാത്തു സലാസു. നഹ്വു ഖതലൽ ഫത അൽ അഫ്അ ബിൽ അഫ ബിൽ അസ. പറഞ്ഞെല്ലാം എന്താണ് ഇവിടെ? മഖ്സൂറാണ്. അപ്പോ ഖതലൽ ഫത എന്ന് പറയുമ്പോൾ ഫതയ്ക്ക് എന്താണ്? റഫ് ആണ്, മർഫു ആണ്. കാരണം അത് ഫത യുവാവ്, യുവാവ് ഫായിലാണ്. ഖതലൽ ഫത. അൽ അഫ്അ, അൽ അഫ്അ എന്താണ്? മഫ്ഊൽ ബിഹി ആണ്. മഫ്ഊൽ ബിഹി ആണ്. അഫ്അൽ അർത്ഥം എന്താണ്? അഫ്അ എന്ന് പറഞ്ഞാല് സ്നേക്ക് ആണോ? അതെ, സ്നേക്ക്. അണലി എന്നൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് ചില സമയം. അപ്പോ എന്തായാലും നമുക്ക് മലയാളത്തിൽ പാമ്പെന്ന് പറയാം. ഖതലൽ ഫത അൽ അഫ്അ. അപ്പൊ അഫ്അ മഫ്ഊൽ ബിഹിയാണ്. യുവാവ് പാമ്പിനെ കൊന്നു, മഫ്ഊൽ ബിഹിയാണ്. അവിടെ നസ്ബ് കാണില്ല. അവിടെ എന്ത് ചെയ്യണം? നമ്മള് തഖ്ദീർ ചെയ്യണം, കരുതണം. ബിൽ അസ, അതിനെന്താണ്? മഖ്സൂറായ ഇസ്മാണ്. അവിടെ എന്ത് ചെയ്യണം? അലിഫാണ്. അലിഫില് വെളിവാല മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അലിഫിലെ ഒരു അടയാളവും വെളിവാവുകയില്ല. അവിടെ നമ്മൾ ഗൈറു മുൻസരിഫ് എന്നല്ല പറയുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അവിടെ അടയാളമുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞത് എങ്ങനെയാണ്? അവിടെ അടയാളമുണ്ട്, പക്ഷെ അടയാളം വെളിവാവുകയില്ല. ഇപ്പൊ നമ്മൾ അതിന്റെ ടെക്നിക്കൽ വാക്ക് പഠിച്ചു. എന്താണ്? തഖ്ദീർ ചെയ്യണം. അപ്പോ സാങ്കല്പികമായ ലമ്മത്ത് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? അതിനെ റഫ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേപോലെ നുസിബത്ത് ബിൽ ഫത്ഹത്തി മുഖദ്ദറത്തി, സാങ്കല്പികമായ ഫത്ഹത്ത് കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? നസ്ബ് ചെയ്തിരിക്കുന്നു. ബിൽ അസ, സാങ്കല്പികമായ കസറത്ത് കൊണ്ട് ജർ ചെയ്തിരിക്കുന്നു. തഖൂലു ഫി ഇറാബി ഹാദിഹിൽ കലിമാത്തി, ഇതിന്റെ ഇറാബ് ഇങ്ങനെ പറയാം. തഖൂലു, യു ക്യാൻ സേ ഫി ഇറാബി ഹാദിഹിൽ കലിമാത്തി, ഈ കലിമാത്തിയുടെ ഇറാബിൽ ഇങ്ങനെ പറയാം. അൽ ഫത ഫാഇലുൻ മർഫൂഉൻ വഅലാമത്തു റഫ്ഇഹി ളമ്മത്തുൻ മുഖദ്ദറത്തുൻ എന്നാണ് അവിടെ പറയേണ്ടത്. അല്ലാതെ വെറുതെ ഒളിവാകുകയില്ല എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. അലാമത്തു റഫ്ഇഹി ളമ്മത്തുൻ മുഖദ്ദറത്തുൻ, സാങ്കല്പികമായ ലമ്മത്താണ് അതിലെ അടയാളം. വൽഅഫ്ആ മഫ്ഊലുൻ ബിഹി മൻസൂബുൻ, അത് മൻസൂബാണ്. അലാമത്തു നസ്ബിഹി, അതിന്റെ നസ്ബിന്റെ അടയാളം ഫത്ഹത്തുൻ മുഖദ്ദറത്തുൻ, സാങ്കല്പികമായ ഫത്ഹത്താണ്. അൽ അസ മജ്റൂറുൻ ബിൽ ബാഇ, ബാ ആകുന്ന ഹർഫ് ജർ കൊണ്ട് ജർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അലാമത്തു ജർരിഹി, അതിന്റെ ജറിന്റെ അടയാളം
കസ്റത്തുൻ ഖദ്ദറത്തുൻ സാങ്കല്പികമായ കസ്റത്താണ്. ഇതാ നുവ്വിനൽ മഖ്സൂറു ഇതാ നുവ്വിനൽ മഖ്സൂറു ഹുദിഫത്തിൽ അലിഫു ഫിൻ നുത്ഖി ബിൽതിഖാഇ സാകിനൈൻ. ഇതാ നുവ്വിനത്തിൽ മഖ്സൂർ മഖ്സൂർ നുവ്വിന എന്ന് പറഞ്ഞാൽ എന്താ? തൻവീൻ ചെയ്യപ്പെട്ടാൽ. തന്വീൻ. നുവ്വിന നമ്മളെ സബ്ബഹ യുസബ്ബിഹുവിന്റെ ക്രിയാധാതു എന്താണ്? തസ്ബീഹ്. അപ്പോ നവ്വല യുനവ്വിനുന്റെ ക്രിയാധാതു എന്തായിരിക്കും? തൻവീൻ. അങ്ങനെയാണ് തൻവീൻ എന്ന വാക്ക് വന്നത്. നവ്വന നൂനാക്കിയെന്ന്, നൂന് ആക്കി. തൻവീൻ എന്ന് പറയുമ്പോ അൻ ഇൻ ഉൻ അതല്ലേ തൻവീൻ. ശരിക്കും അതിന്റെ ഭാഷ എന്ന് പറഞ്ഞാല് നവ്വന യുനവ്വിനു എന്ന നൂനാക്കി. ഇതാ നുവ്വിനൽ മഖ്സൂറു മഖ്സൂറിന് തൻവീൻ വന്നാൽ ഹുദിഫത്തിൽ അലിഫു അലിഫ് എന്ത് ചെയ്യും? കളയപ്പെടും. പിന്നുത്തത്തി ഉച്ചാരണത്തിൽ ലിൽതിഖാഇ സാകിനൈനി. രണ്ട് സുക്കൂൻ അടുത്ത് വന്നത് കാരണമായി നഹ്വ് അൽഫത 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 എന്ത് ചെയ്യും? അൽഫത്തായെ തൻവീനാക്കപ്പെട്ടാൽ ഫതൻ എന്ന് പറയും. മഹീന ഇതിൻ തുഖദ്ദറുൽ അലാമാതു അലൽ അലിഫി അലിഫിൽ തഖ്ദീർ ആക്കപ്പെടും. അൽ മഹ്ദൂഫതി. നഹ്വ് ഇത്തസല മുസ്തഫൻ ബിഫതൻ മുഹൻ. ഇത്തസല മുസ്തഫ ഇസ്തസല മുസ്തഫൻ. അപ്പൊ എന്താ പറയാ? മുസ്തഫൻ എന്നാണ് പറയാ. ബിഫതൻ ദുഹൻ എല്ലാത്തിനും അവിടെ എന്തുണ്ട്? തൻവീൻ ഉണ്ട്. പക്ഷേ അടയാളം ഒന്ന് തന്നെയാണ്. ഇനി അൽ മൻഖൂസ് രണ്ടാമത്തെ എന്താണ്? മൻഖൂസ് തഖ്ദീർ ആക്കപ്പെടുന്നത് മൻഖൂസിലാണ്. മാഹിയൽ മൻഖൂസ്. മൻഖൂസ് കേട്ടില്ലേ നിങ്ങള്? മൻഖൂസ് മാല മൗലൂദ് കേട്ടില്ലേ? മൻഖൂസ് മൗലൂദ്. അപ്പൊ ഈ മൻഖൂസാണ് ആ മൻഖൂസ് എന്ന് നോക്കുന്നത്. ഹുവൽ ഇസ്മുൽ മുഅറബു ഇഅ്റാബ് ചെയ്യപ്പെടുന്ന ഇസ്മാണ്. അല്ലദീ ആഖിറുഹു യാഉൻ അതിന്റെ ആഖിർ എന്താണ്? യാ ആണ്. ലാസിമത്തിൻ അനിവാര്യമായും ഉണ്ടാകേണ്ട യാ ആണ്. മക്സൂറുൻ മാ ഖബ്ലഹ അതിന്റെ മുമ്പ് എന്തായിരിക്കും? കസ്റായിരിക്കും. കസ്റ ചെയ്യപ്പെട്ടത്. ഉദാഹരണം അൽ ഖാദി. അവിടെ എന്താണ്? യാ കളയാൻ പറ്റൂല. അൽ ഖാദി ഖളാ യഖ്ദി എന്നുള്ളതാണ്. അൽ ഖാദി ഖാദിൻ എന്നത് അൽ ഖാദി എന്ന് വരും. അൽ മുഹാമി മുഹാമി ആരാണ്? അഡ്വക്കേറ്റ്. അഡ്വക്കേറ്റ്. അസ്സാനി അൽ മാദി അൽ വാദി അൽ മആനി അവിടെയൊക്കെ എന്താണ്? യാ ഉണ്ട്. ഇതാണെന്ത്? അൽ മൻഖൂസ്. അൽ മൻഖൂസ് ഇപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു മൻഖൂസ്. കാരണം എന്താണ്? ദുർബലാക്ഷം അവസാനത്തിൽ വരുന്നതാണ് മൻഖൂസ്. നേരത്തെ പറഞ്ഞതുപോലെയല്ല, മറിച്ച് എന്താണ്? ഇതിന്റെ മുമ്പിൽ കസ്റാണ്. മക്സൂറിന്റെ മുമ്പിൽ എന്താണ്? ഫതഹാണ്. അവിടെ അലിഫാണ്. യാന്റെ ഷേപ്പിലോ അലിഫിന്റെ ഷേപ്പിലോ വരാം. ഇവിടെ യാ ആണ്. അതിന് മുമ്പിൽ അനിവാര്യമായി അതിന്റെ മുമ്പിൽ എന്താണ്? കസ്റ ഉണ്ടാവും. القاضي نحو القاضي تقدر فيه الضمة والكسرة والله അവിടെ എന്താവും? ضمത്തും
കസറത്തും തക്ബീറാക്കപ്പെടും. ലമ്മത്തും കസറത്തും നമുക്ക് കാണാൻ പറ്റില്ല, അവിടെ മുഖദ്ദറത്താണ് എന്ന് കരുതണം. വത്തദ്ഹറു ഫീഹിൽ ഫതഹത്തു, മുമ്പ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അവിടെ ഫതഹ വെളിവാകും. കാരണം ഉദാഹരണം സഅലൽ ഖാദി, അപ്പൊ ഖാദി മർഫു ആണ്, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ട്, അല്ല അവിടെ എന്ത് ചെയ്യില്ല, അടയാളം വെളിവാകുകയില്ല. അൽ മുഹാമിയ, അപ്പൊ എന്താണ്, മൻസൂബാണ്, ഫതഹത്ത് വെളിവാകും. അനിൽ ജാനി, ജാനി എന്താണ്, മജ്റൂറാണ്, ഹർഫ് ജർ കൊണ്ട് ജർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ ജാനിയുടെ അവസാനത്തെ അക്ഷരം യാ ആണ്, അവിടെ യാത് അടയാളം വെളിവാകുകയില്ല. അപ്പൊ എന്ത് ചെയ്യണം, തക്ബീർ ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ ഈ 3 വാക്കും മൻഖൂസാണ്. നസ്ബ് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഫതഹത്ത് കൊണ്ട് വെളിവാക്കപ്പെടും. മൻഖൂസ്. ഇപ്പൊ മൻഖൂസ് എന്താണ്, നമ്മൾ ഖാദി എന്ന് പറയുമ്പോ ഖാദിയുടെ അൽ പോയാൽ എന്താവും, കാതി. ഖാദിൻ. അതേപോലെ മുഹാമി, മുഹാമിൻ. ജാനി, ജാനിൻ. ജാനി ആരാണ്, ക്രിമിനൽ. ക്രിമിനൽ, കുറ്റക്കാരൻ, കുറ്റവാളി. സഅലൽ ഖാദി, ഖാദി ചോദിച്ചു അൽ മുഹാമി, അഡ്വക്കേറ്റിനോട്, അനിൽ ജാനി, കുറ്റക്കാരനെ സംബന്ധിച്ച്. തഖൂലു ഫി ഇഅറാബി ഹാദിഹിൽ കലിമാത്ത്, ഈ കലിമാത്തിലെ ഇഅറാബിൽ നിനക്ക് പറയാം, ഇങ്ങനെ പറയാം. അൽ ഖാദി ഫാഇൽ മർഫൂഉൻ, അത് ഫാഇൽ മർഫൂആണ്. അലാമത്ത് റഫ്ഇഹി ദമ്മത്തുൻ മുഖദ്ദറത്തുൻ, അവിടെ എന്താണ്, മുഖദ്ദറത്തായ ദമ്മത്ത് കൊണ്ടാണ് റഫ്അ ചെയ്യുന്നത്. അൽ മുഹാമി, മുഹാമിയ എന്നതാണ് മൻസൂബാണ്, ഫാഇലാണ്, മഫ്ഊൽ ബിഹി മൻസൂബാണ്. അലാമത്ത് നസ്ബിഹി ഫത്ഹത്തുൻ ളാഹിറത്തുൻ, നസ്ബിന്റെ അടയാളം ക്ലിയർ ആയിട്ടുള്ള വെളിവായ ഫത്ഹത്താണ്. അൽ ജാനി മജ്റൂറാണ്, ബി അൻ ഹർഫ് ജർ കൊണ്ട്. അലാമത്ത് ജർരിഹി, അതിന്റെ ജറിന്റെ അടയാളം കസ്റത്തുൻ മുഖദ്ദറത്തുൻ, കരുതപ്പെടുന്ന എന്താണ്, കസ്റത്താണ്. വഖദ് യകൂനുൽ മൻഖൂസു മഹ്സൂഫൽ യാഇ, നേരത്തെ നമ്മൾ പറഞ്ഞു ഖദ് യകൂനുൽ മൻഖൂസു, മൻഖൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചുരുങ്ങുന്നതെന്നാണല്ലോ. അപ്പോ വഖദ് യകൂനുൽ മൻഖൂസു, ചില സന്ദർഭത്തിൽ മൻഖൂസ് ചുരുങ്ങും. മഹ്സൂഫ അൽ യാഇ, അത് എന്താണ്, യകൂനുൽ മൻഖൂസു, മൻഖൂസ് ആകും. മഹ്സൂഫൽ യാഇ, യാ കളയപ്പെട്ടതാകും. ഉദാഹരണം ദഹബ ഖാദിൻ, ദഹബ ഖാദിൻ, അപ്പൊ എന്തായി, യാ പോയി. ഇലാ മുഹാമിൻ, അഡ്വക്കേറ്റിന്റെ അടുത്തേക്ക്, അപ്പൊ അവിടെ യാ പോയി. ഇപ്പൊ ഖദ് യകൂനു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, ചിലപ്പോൾ എന്നാണല്ലോ പറഞ്ഞത്, ഖദ് യകൂനു. ഖദ് യകൂനു മൻഖൂസു മഹ്ദൂഫൽ യാഇ, ചിലപ്പോൾ യാ കളയപ്പെട്ടതാകും. അപ്പൊ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ എപ്പോഴാണ് പോകാത്തത്, എപ്പോഴാണ് പോകാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തസ്ബുത്തു യാ അൽ മൻഖൂസി, മൻഖൂസിന്റെ യാ നിലനിൽക്കും. തസ്ബുത്ത് എന്ന് പറഞ്ഞാൽ ഉറച്ചു നിൽക്കും. തസ്ബീത്ത് പറയൂലേ നമ്മള്, അപ്പൊ ഇതിന്റെ സബ്ബത്തയാണ്. സബത്ത ഉറച്ചു നിന്നു, സബ്ബത്ത ഉറപ്പിച്ചു നിർത്തി. യാ ഉൽ മൻഖൂസ്, മൻഖൂസിന്റെ യാ ഉറച്ചു നിൽക്കും. ഈ സലാസി ഹാലാത്തിൻ, 3 സിറ്റുവേഷൻസിൽ. വഹിയ, അതെങ്ങനെയാണ്, യകൂന മുഹല്ല ബിൽ അലിഫി വല്ലാമി, അലിഫ് ലാം ചേർന്നാൽ. മുഹല്ല അറിയാമല്ലോ, മുഹല്ല എന്താണ് ശരിക്കും മീനിങ് എന്താണ്, അലങ്കരിക്കുന്നതാണ്. അലങ്കരിക്കപ്പെട്ടത്. ഹൊലിയ് എന്താണ്, ഹൊലിയ് ആഭരണം, ഹൊലിയ്. അതിലുണ്ടല്ലോ ഹൊലിയ്, സാമരിയെ ഹൊലിയൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞിട്ടില്ലേ. ഉണ്ടെന്നാ ഓർമ്മ, ആയിട്ട് ഓർമ്മ വരുന്നില്ല.
അപ്പൊ എന്താണ് മുഹല്ല അലങ്കരിക്കപ്പെട്ട എന്നാണ് ശരിക്കും അർത്ഥം. അപ്പൊ നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ ചേർന്ന് വന്ന ബിൽ അലിഫ് എല്ലാം അലിഫ്ലാം ചേർന്ന് വന്നാൽ നഹ്വ് അൽ ഖാദി. അപ്പൊ അൽ ഖാദി എന്ന് പറയുമ്പോൾ കാലിൻ എന്ന് പറഞ്ഞിടത്ത് എന്തായി? അത് യാ പോവും. അത് യക്കൂൻ മങ്കൂസ് മഹദൂബൽ യാ എന്നല്ലേ പറഞ്ഞു. കാലിൻ ഇലാ മഹാമിൻ. അപ്പോ അൽ ചേർന്ന് വന്നാൽ എന്ത് വരും? യാ സ്ഥിരപ്പെടുന്ന മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഹദാ യഹ്ദി വരുമ്പോൾ ഹാദിൻ എന്നാ പറയാ. അൽ വന്നാൽ അൽ ഹാദി എന്ന് വരും. ഒരു ദാഇൻ എന്നാ പറയാ. അൽ വന്നാൽ അദ്ദാഇ എന്ന് പറയും. അപ്പൊ മുഹല്ല ബി അൽ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അൽ ചേർന്ന് വന്നാൽ അത് എന്ത് ചെയ്യും? തഖൂലു അൽ ഖാദി എന്ന് പറയും. രണ്ടാമത്തെ സന്ദർഭം യക്കൂന മുലാഫൻ, മുലാഫായിട്ട് വന്നാൽ, മുലാഫ് ആയിട്ട് വന്നാൽ വേറൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടു വന്നാൽ, ഉദാഹരണം ഖാദി മക്കത്ത, ഖാദി മക്കത്ത, ഖാദിൻ മക്കത്ത എന്നല്ല പറയാ, ഖാദി മക്കത്ത. മക്കയുടെ ഖാദി എന്ന് പറയുമ്പോഴെങ്കിൽ ഖാദി മക്കത്ത. അപ്പൊ യാ അവിടെ ഉണ്ടാവും. അതേപോലെ യക്കൂന മൻസൂബൻ നഹ്വ് നസ്ബ് ചെയ്യപ്പെട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. നസ്ബ് അതിൽ വെളിവാകും. അപ്പോൾ അത് തിരിച്ചു വരും. പോയ അക്ഷരം തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. യക്കൂന മൻസൂബൻ നഹ്വ് സഅൽതു ഖാദിയൻ. അപ്പൊ യാ തിരിച്ചു വരും. അല്ലാഹു തആല ഹാദിയൻ വ മഹ്ദിയ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? ഹാദിന്റെ യാ തിരിച്ചു വന്നു. അപ്പൊ എന്താവും? ഖാദിൻ ദഹബ ഖാദിൻ ഇലാ മുഹാമിൻ എന്നാണ് പറയുക. അപ്പം എന്ത് ചെയ്തു? തഖൂലു ഫീ ഇഅ്റാബി ഹാതൈനിൽ കലിമത്തൈനി ഖാദിൻ എന്നത് ഫാഇലുൻ മർഫൂഅ് ആണ്. അലാമത്തു റഫ്ഇഹി ദമ്മത്തുൽ മുഖദ്ദറത്തുൻ. അവിടെ കരുതപ്പെടുന്ന ദമ്മത്ത് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, റഫ ചെയ്തിരിക്കുന്നത്. അൽ യാഇ അൽ മഹ്ദൂഫത്തി. അപ്പൊ എവിടെയാണ് അടയാളമുള്ളത്? അടയാളമുള്ളത് യാ ഇൽ മഹ്ദൂഫത്തി, കളയപ്പെട്ട യായിലാണ്. അല്ലാതെ ഇവിടെ ഖാദിൻ എന്ന വാതിലല്ല, കളയപ്പെട്ട യായിലാണ് അത് ലമ്മത്തുൽ മുഖദ്ദറത്തുള്ളത്. മുഹാമിൻ മജ്റൂറുൻ ബി ഇല. മുഹാമിൻ എന്നത് ഹർഫ് ജർ കൊണ്ട് ജർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അലാമത്ത് ജർരിഹി, അതിന്റെ ജറിന്റെ അടയാളം കസ്റത്തുൻ മുഖദ്ദറത്തുൻ, കരുതപ്പെടുന്ന കസ്റത്താണ്. അലൽ യാഇൽ മഹ്ദൂഫത്തി, കളയപ്പെട്ട യാഇൽ. അസ്സാലിസ് അൽ മുളാഫു ഇല യാഇൽ മുതകല്ലിം. യാഇൽ മുതകല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുന്നത് മൂന്നിനങ്ങളാണെന്ന് പറഞ്ഞല്ലോ. ഇഅ്റാബ് തഖ്ദീരി മൂന്നെണ്ണത്തിലാണെന്ന് പറഞ്ഞു. ഒന്ന് മഖ്സൂർ ആണ്, രണ്ട് മൻഖൂസ് ആണ്, മൂന്നാമത്തത് അൽ മുളാഫ് ഇലൈഹിയാണ്. അൽ മുളാഫു ഇലാ യാഇൽ മുതകല്ലിമി, യാഇൽ മുതകല്ലിമിലേക്ക് ചേർക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു യാഇൽ മുതകല്ലിം എന്താണ്? യാ എന്താണ്? മുതകല്ലിമിന്റെ യാ എന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരിയാണ്. അപ്പൊ അതുകൊണ്ട് അയാളുടെ അടുത്ത് വേറെ അടയാളങ്ങളൊന്നും നടക്കില്ല, ഒരു അടവുകളും നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യും? നഹ്വ് ജമീലി, എന്റെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ എന്റെ ക്ലാസ്മേറ്റ് കൊളീഗ് എന്ന് പറയുമ്പോൾ, തുഖദ്ദറു ഫീഹിൽ അലാമാത്തു സലാസു. അപ്പൊ ഇവിടെ മുളാഫ് ഇല യാഇൽ മുതകല്ലിം, മുതകല്ലിമിന്റേതല്ല, മുതകല്ലിമിന്റെ യായിലേക്ക് ചേർത്താൽ എന്താകും? മൂന്ന് അടയാളങ്ങളും അതിൽ കരുതപ്പെടുകയാണ് ചെയ്യുക. നഹ്വ് ദഅ ജദ്ദി ഉസ്താദി മഅ സുമലാഇ. ദഅ ജദ്ദി ഉസ്താദി മഅ സുമലാഇ. എത്ര നല്ല ഉദാഹരണം നോക്ക്. എല്ലാ സംഭവം ഇതിനകത്ത് തന്നെ ഉണ്ട്. ദഅ ജദ്ദി, എന്റെ ഗ്രാൻഡ് ഫാദർ ക്ഷണിച്ചു. അപ്പൊ ജദ്ദ എന്താണ്? റഫ് വരേണ്ടതാണ്. പക്ഷേ യാൽ മുതകല്ലിമിനെ ചേർന്നപ്പോൾ റഫ് വന്നില്ല. ഉസ്താദി എന്താണ്?
ഉസ്താദ് മഫ്ഊൽ ബിഹി മൻസൂബാണ്. ഇവിടെ എന്ത് ചെയ്തില്ല, യാൽ മുത്തകല്ലിമിന് മുമ്പ് നസ്ബ് കൊടുത്തില്ല, ഫത്തഹത്ത് കൊടുത്തില്ല. മഅ സുമലാഇ, മഅയ്ക്ക് ശേഷം എന്തുണ്ടാകണം? ജറ് വേണം. ആ അപ്പൊ ഇവിടെ സുമലായിന് ജറുണ്ടല്ലോ, കസറ കിടപ്പുണ്ടല്ലോ. ആ കസർ എന്താണ്? യാൽ മുത്തകല്ലിമിന് മുമ്പ് വന്നുകൊണ്ടുള്ള കസറാണ്. തഖൂലു ഫി ഇഅറാബി ഹാദിഹിൽ കലിമാത്തി, ഇവയിലെ കലിമത്തിന്റെ ഇഅറാബിനെ കുറിച്ച് നിനക്ക് പറയാം. ജദ്ദി, ജദ്ദി എന്നല്ലേ പറഞ്ഞത്. ജദ്ദി എന്നുള്ളത് ഫാഇലുൻ മർഫൂ ആണ്. അലാമത്ത് റഫ്ഇഹി, അതിന്റെ റഫ്ഇന്റെ അടയാളം ലമ്മത്തുൻ മുഖദ്ദറത്തുൻ, സാങ്കല്പികമായ ലമ്മത്താണ്. ഉസ്താദി, ഉസ്താദി മഫ്ഊലുൻ ബിഹി മൻസൂബാണ്. അലാമത്തു നസ്ബിഹി ഫതഹത്തുൻ മുഖദ്ദറത്തുൻ, അവിടെ സാങ്കല്പികമായ ഫതഹത്ത് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്, നസ്ബ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ജദ്ദി ലമ്മത്തുൻ മുഖദ്ദറത്തുൻ എവിടെയാണ്? അലദ്ദാലി. ഇവിടെ ലമ്മത്തുൻ ഫതഹത്തുൻ മുഖദ്ദറത്തുൻ എന്താണ്? അലദ്ദാലി. സുമലാ മുളാഫുൻ ഇലൈഹി മജ്റൂർ, മുളാഫുൻ ഇലൈഹി മജ്റൂറാണ്. അലാമത്ത് ജർരിഹി കസ്റത്തുൻ മുഖദ്ദറത്തുൻ, സാങ്കല്പികമായ കസ്റത്താണ് എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. അവിടെ കസ്റുണ്ടെങ്കിലും അതെന്താണെന്ന് ഇവിടെ വിശദീകരണത്തിൽ വരാൻ പറയുന്നുള്ളൂ. ജറാ ബഅദുൻ നഹാത്തി അന്ന ഹാദിഹി കസ്റത്തുൻ ലാഹിറത്തുൻ, കസ്റത്തുൻ ലാഹിറത്തുൻ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ്? കസ്റത്തുൻ ലാഹിറത്ത് എന്ന് പറയുന്ന ആൾക്ക് അവിടെ കസ്ർ കാണുന്നുണ്ട്, കസ്റത്തുൻ ലാഹിറത്ത് എന്ന് പറയും. ആ കസ്ർ യാൽ മുത്തകല്ലിമിന്റെ കാരണമായി അവിടെ കസ്ർ വന്നതാണ് എന്ന് പറയുന്നവര് ഇത് യാൽ മുത്തകല്ലിം ആയതുകൊണ്ട് കസ്ർ വന്നതാണ്. അപ്പൊ ഒറിജിനൽ കസ്ർ എന്താണ്? ജറ് മുഖദ്ദറത്താണ്. ഈ ഹാലാത്തൊക്കെ ഇനി വായിച്ചു നോക്കണം. ഹാലാത്ത് വായിച്ച് നോക്കണം. കറങ്ങൂല്ലേ സാധനം, എഡിറ്റബിൾ ഇല്ലാത്തതുകൊണ്ട് കറങ്ങില്ല. ഓക്കെ. الحالة الإعرابية. علامات الإعراب الأصلية والفرعية في الاسم. ഇസ്മിലുള്ള ഫറഇയ്യായതും
ഓക്കെ. അൽഹാലത്തുൽ ഇറാബിയ ഇന്നത്തെ എന്താണ്? മർഫൂൻ, അൽ ആമിലു, അലാമത്തുൽ ഇറാബിൽ അസ്ലിയ വൽ ഫർഇയ്യ ഫിൽ ഇസ്ം. അൽ ഇസ്മു ذو علامات الإعراب الأصلية. ടേബിളുള്ള എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഓക്കെ, ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ജാഅ അൽ അബ്നാഉ വൽ ബനാതു വൽ വാലിദാനി വൽ അഖ്റബൂന വ ഇബ്രാഹിമു വ അഖൂഹു എന്ന് പറഞ്ഞതാണ് ഉദാഹരണം. എന്താണ്? അൽ ഹാലത്തുൽ ഇറാബിയ മർഫു ആണെങ്കിൽ എന്ത് ചെയ്യും? ജാ എന്താണ്? നിങ്ങളുടെ ഈ കിതാബ് ഉണ്ടല്ലോ അല്ലേ? ഞാൻ ഇതിന്റെ നേരെയുള്ള ഫോർമാറ്റ് ഉണ്ടോ എന്ന് നോക്കിയതാ. ജാ എന്താണ്? അൽ ആമിൽ എന്ന് പറഞ്ഞാൽ ജാ ആണ് ശരിക്കും പ്രവൃത്തി ചെയ്യുന്ന ആള്, അത് ഫെയിലാണ്. അൽ അബ്നാഉ വരുമ്പോഴെന്താണ്? ഇസ്മു ذو അലാമാത്തിൻ ഇറാബിയ്യത്തിൽ അസ്ലിയ്യ. അപ്പൊ എന്താണ് അവിടെ? അസ്ലിയായ അടയാളമാണ്. കാരണം എന്തുണ്ട്? ലമ്മത്തുൽ ലാഹിറത്തുണ്ട് അവിടെ. അൽ അബ്നാഉ ലമ്മത്തുൽ ലാഹിറത്തുണ്ട്. പിന്നെ വൽ ബനാത്തു വന്നപ്പോ എന്തായി? ജമ്മു മുഅന്നസ് സാലിമാണ്. ജമ്മു മുഅന്നസ് സാലിമില് എന്ത് ചെയ്തു? അസ്ലിയാണ്, അടയാളം അസ്ലിയാണ്. ലമ്മത്തുൽ ലാഹിറത്തുണ്ട്. വൽ വാലിദാനി മുസന്നയിൽ എപ്പോഴാ എന്താണ് വരിക? വാലിദാനി ഫർഇയാണ്, ദ്വിവചനത്തിൽ അലിഫാണ്. അൽ ബനാത്തു അപ്പൊ എന്താണ് ശരിക്കും ആദ്യം പറഞ്ഞത്? അൽ മർഫു ആണ്. കിതാബ് നോക്കുന്നുണ്ടോ? കിതാബ് നോക്കിയിട്ടാ വായിക്കുന്നത്. കാരണം ചരിച്ചു വായിച്ചാൽ എന്റെ തല പോകും. ഇത് എഡിറ്റബിൾ PDF ആയിരുന്നെങ്കിൽ മാറ്റാമായിരുന്നു. വേറൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നു മാറിയത് ഇതിന്റെ, അപ്പൊ അത് കിട്ടിയില്ല. മർഫു ആകുമ്പോൾ വൽ ബനാത്തു വൽ വാലിദാനി, അപ്പൊ എന്താണ്? വാലിദാനി മർഫു ആണ്. അലാമത്തു റഫ്ഇഹി അൽ അലിഫു, അലിഫാണ്. ലിഅന്നഹ മുസന്ന, അത് മുസന്ന ആയതുകൊണ്ട് അലിഫാണ് അതിന്റെ അടയാളം. വല്ലഖ്റബൂന വന്നപ്പോ എന്തായി? മർഫു ആണ്. അതായത് ജാ കാരണമായിട്ട് മർഫു ആണ്. വാവ് കൊണ്ട് അത്തുഫ് ചെയ്തു, അത് മർഫു ആണ്. അലാമത്തു റഫ്ഇഹി അൽ വാവു. ജമ്മു മുദക്കർ സാലിം ആയതുകൊണ്ട് വാവാണ്. വ ഇബ്രാഹിമു ഇബ്രാഹിം എന്താണ്? മംനൂഅ മിന സർഫാണ്. പക്ഷേ റഫ് അവിടെ വെളിവാകും. റഫയില് ലമ്മത്ത് കൊണ്ട് തന്നെ റഫ ചെയ്യും, വെളിവാകും. ലമ്മത്തുൽ ലാഹിറത്തി. പിന്നെ വ അഖൂഹു വന്നപ്പോ എന്തായി? അസ്മാഉൽ ഖംസയാണ്. അതിനെന്ത് ചെയ്തു? വാവ് കൊണ്ട് റഫ ചെയ്തു. അപ്പൊ നല്ലൊരു ഉദാഹരണമാണത്. ഉദാഹരണം എന്താണ്? ജാ അൽ അബ്നാഉ വൽ ബനാതു വൽ വാലിദാനി വൽ അഖ്റബൂന വ ഇബ്രാഹിമു വ അഖൂഹു. ജാ അൽ അബ്നാഉ മക്കൾ വന്നു, അൽ അബ്നാഉ ആൺമക്കൾ വന്നു, വൽ ബനാതു പെൺമക്കളും വന്നു, വൽ വാലിദാനി മാതാപിതാക്കളും വന്നു, വൽ അഖ്റബൂന ബന്ധുക്കളും വന്നു,
ഇബ്രാഹിമും വന്നു, അഹൂഹു അവന്റെ സഹോദരനും വന്നു. അപ്പൊ അബിന ലാഹിറത്തി അലാമത്ത് റഫഇൽ അസ്ലിയാണ്, ബനാത്തുൽ അസ്ലിയാണ്, വെളിവായിട്ടുണ്ട്. വൽ വാലിദാനി ഫർഇയാണ്, അലിഫ് കൊണ്ടാണ് ഇത് ചെയ്തത്, റഫ ചെയ്തത്. വൽ അഖ്റബൂന ഫർഇയാണ്, വാവ് കൊണ്ട് റഫ ചെയ്തു. ജമൂ മുദക്കർ സാലിമായതുണ്ട്. ഇബ്രാഹിമു അസ്ലിയാണ്, മംനൂഅ സർഫാണെങ്കിലും ലമ്മത്ത് ലാഹിറത്താണ്, വ്യക്തമായ പിന്നെ എന്താണ് അസ്ലിയാണ് അടയാളം. ലമ്മത്ത് കൊണ്ട് വ്യക്തമായ പ്രത്യക്ഷമായ ലമ്മത്ത് കൊണ്ട് റഫ ചെയ്തു. അഹൂഹു എന്താണ് അസ്മാൽ ഹംസ ആയതുകൊണ്ട് വാവ് കൊണ്ട് റഫ ചെയ്തു. അപ്പൊ എന്താണ് ഫർഇയാണ്. അടുത്തത് അവിടെ എല്ലാം കൊടുത്തു, അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലമ്മത്തു വൽ അലിഫു വൽ വാവു അല്ലമ്മത്തു, താഴെ എന്റെ അലാമത്ത് റഫ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പൊ അത് ആ ഉദാഹരണം എന്താണ്? മർഫുവിന്റെ ഉദാഹരണമാണ്. മൻസൂബിന്റെ ഉദാഹരണം റഅയ്തുൽ അബ്നാഅ വൽ ബനാതി വൽ വാലിദൈനി വൽ അഖ്റബീന വ ഇബ്രാഹീമ വ അഖൂഹു. അപ്പൊ നേരത്തെ പറഞ്ഞ സെന്റൻസ് തന്നെ എന്ത് ചെയ്തിരിക്കുകയാണ്? അതിനെ മൻസൂബാക്കി വന്നിരിക്കുകയാണ്. മൻസൂബ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? അത് മഫ്ഊൽ ബിഹിയുടെ സ്ഥാനത്ത് വരണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? ജാഅയ്ക്ക് പകരം റഅയ്തു ചേർത്തു. അപ്പൊ റഅയ്തു ഞാൻ കണ്ടു. ആരെ കണ്ടു? അൽ അബ്നാഅ മക്കളെ കണ്ടു. അപ്പൊ എന്ത് ചെയ്തു? ബിൽ ഫത്ഹത്തി ലാഹിറത്തി അസ്ലിയാണ്, ഫത്ഹത്തു ലാഹിറത്ത് കൊണ്ട് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. വൽ ബനാത്തി എന്താണ്? കസ്റത്ത് ലാഹിറത്താണ്, വ്യക്തമായ കസ്റത്താണ്. അപ്പൊ എന്താണ്? അസ്ലിയാണ്. വൽ ബാഉ അൽ വാലിദൈനി റഅയ്തുൽ അബ്നാഅ വൽ ബനാത്തി. അൽ ബനാത്തിക്ക് എന്താണ്? കസ്റല്ല, ഫർഇയാണ്. നസ്ബല്ലേ ഇവിടെ? നസ്ബാണ്. കസ്റത്തുകൊണ്ടാണ് നസ്ബ് ചെയ്തത്. വൽ വാലിദൈനി എന്തുകൊണ്ടാണ് നസ്ബ് ചെയ്തത്? യാ കൊണ്ട് നസ്ബ് ചെയ്തു. ഫർഇയാണ്, യാ കൊണ്ട് നസ്ബ് ചെയ്തു. പിന്നെ വൽ അഖ്റബീന ഫർഇയാണ്, യാ കൊണ്ട് എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. രണ്ടാണ്. ഒന്നാമത്തത് വാലിദൈനി ദ്വിവചനമാണ്, അഖ്റബീന ജംഉ മുദക്കർ സാലിമാണ്, യാ കൊണ്ട് നസ്ബ് ചെയ്തു. ഇബ്രാഹീമ അസ്ലിയാണ്, ഫത്ഹത്ത് കൊണ്ട് നസ്ബ് ചെയ്തു. അഖാഹു പകരം എന്തായി? അഖാഹു. അപ്പൊ എന്തായി? അസ്മാൽ ഹംസയിൽപ്പെട്ടത് കൊണ്ട് അലിഫ് കൊണ്ട് നസ്ബ് ചെയ്തു. ഇതിന്റെ താഴെ അടയാളം എഴുതിയിട്ടുണ്ട് കേട്ടോ. വൽ മജ്റൂറിന് ഉദാഹരണം. അപ്പൊ ഇവിടെ എല്ലാം എന്ത് ചെയ്യും? ഈ നേരത്തെ പറഞ്ഞ സെന്റൻസിന് അവിടെ ആമില് മാത്രമേ മാറ്റുന്നുള്ളൂ. ഈ സെന്റൻസിന് എന്ത് ചെയ്തിരിക്കുകയാണ്? സല്ലംതു അല, ഞാൻ സലാം പറഞ്ഞു. അലൽ അബ്നാഇ വൽ ബനാതി വൽ വാലിദൈനി വൽ അഖ്റബീന വ ഇബ്രാഹീമ വ അഖീഹി. എന്തായി? സല്ലംതു അലൽ അബ്നാഇ അസ്ലിയ, അതുകൊണ്ട് തന്നെ അടയാളം എന്ത് ചെയ്തു? അടയാളം വന്നു, പ്രത്യക്ഷത്തിന്റെ അടയാളം വന്നു. അല ഹർഫ് ജർ ആയതുകൊണ്ട് ജർ ചെയ്തു. പിന്നെ കസ്റത്ത് ലാഹിറത്തി, വ്യക്തമായ കസ്റത്ത് കൊണ്ട് ജർ ചെയ്തു. വൽ ബനാത്തിന് എന്ത് ചെയ്തു? അവിടെയും കസ്റത്ത് തന്നെയാണ്. അവിടെ എന്താണ്? അസ്ലിയാണ്. ബനാത്തിന് അസ്ലിയാണ്, കസ്റത്ത് കൊണ്ട് എന്ത് ചെയ്തു? ജർ ചെയ്തു. വൽ വാലിദൈനി ഫർഇയാണ്, അതിനെന്ത് ചെയ്തു? ദ്വിവചനമായതുകൊണ്ട് യാ കൊണ്ട് നസ്ബ് ചെയ്തു, ജർ ചെയ്തു. അഖ്റബീന ജംഉ മുദക്കർ സാലിം ആയതുകൊണ്ട് യാ കൊണ്ട് ജർ ചെയ്തു. അപ്പോൾ ഫർഇയാണ്. ഇബ്രാഹീം എന്ത് ചെയ്തു? ഗൈർ മുൻസരിഫ് ആയതുകൊണ്ട് ഫത്ഹത്ത് കൊണ്ട് ജർ ചെയ്തു. വഅഖീഹി യാ കൊണ്ട്, അസ്മാൽ ഹംസയിൽപ്പെട്ടത് കൊണ്ട് യാ കൊണ്ട് കസ്ര ചെയ്തു. ഓക്കെ. അപ്പൊ ഇവിടെ
2 അടയാളങ്ങൾ പറഞ്ഞു, 3 അടയാളങ്ങൾ പറഞ്ഞു, 3 അടയാളങ്ങൾ പറഞ്ഞു. ഫതഹത്തും കസ്റത്തും ലമ്മത്തും പറഞ്ഞു അല്ലെ? ഇനി അടയാളങ്ങൾ സങ്കല്പിക്കുന്ന എപ്പോഴാണ്? അടയാളങ്ങള് സങ്കല്പിക്കുന്ന എപ്പോഴാണ്? അൽ ഇറാബ് തഖ്ദീരി, അൽ ഇറാബ് തഖ്ദീരി, അൽ ഹാലത്തു ഇറാബിയ്യത്തു എന്നാണ് കേട്ടോ. അൽ ഹാലത്തുൽ ഇറാബിയ്യത്തു, ഇറാബിന്റെ സ്ഥാനം, അവസ്ഥ, ഇറാബിന്റെ അവസ്ഥ. അൽ ആമില്, ആമിൽ എന്താണ്? ചൂട്, അല്ലെങ്കിൽ എന്ത് കാലമാണ് അത് പ്രവർത്തി ചെയ്യുന്ന ആള്. അൽ മുലാഫു ഇലായി യാൽ മുത്തകല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്യുകയാണ്. അൽ മൻഖൂസും അൽ മഖ്സൂറുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മർഫു ആയിരിക്കുമ്പോൾ എന്ത് വരും? മർഫു അലാമത്തു റഫ്ഇ തഖ്ദീറാണ് അല്ലെ? ജാ എന്ന ഫെയിലാണ് ആമില്. സദീഖി, ജാ സദീഖി അൽ മഹാമി അൽ മുസ്തഫ. എല്ലാ സ്ഥലത്തും എന്താണ്? ലമ്മത്തിൻ മുഖദ്ദറത്തിൻ. അപ്പൊ എന്താണ്? എല്ലാം ജാ സദീഖി ഔ മുഹാമി, ജാ സദീഖി അൽ മുഹാമി അൽ മുസ്തഫ. മർഫു ആണെങ്കിൽ എന്ത് വരും? മർഫു ആണെങ്കിൽ സദീഖി മുഹാമി മുസ്തഫ എന്ന് വരും. ജാ സദീഖി, അപ്പൊ എന്തില്ല? അല്ലില്ലെങ്കിലും ജാ സദീഖി എന്നാണ് വരിക. അൽ വന്നാൽ അൽ മുഹാമി എന്ന് വരും. ജാ അൽ മുഹാമി, ജാ സദീഖി. അല്ലില്ലെങ്കിലും അങ്ങനെയാണ് വരിക. അല്ലുണ്ടെങ്കിലും ജാ അൽ മുഹാമി. ഇത് ഇവിടെ എന്താണ്? ഇവിടെ മഖ്സൂറാണ്, അല്ല മൻഖൂസാണ്. ഇവിടെ മഖ്സൂറാണ്. ഇതെന്താണ്? സദീഖിനെ യാൽ മുത്തകല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്തതാണ്. അപ്പൊ ജാ സദീഖി, അപ്പൊ എന്ത് ചെയ്യണം? ദമ്മത്തിൻ മുഖദ്ദറത്താണ്. യഥാർത്ഥത്തിൽ സദീഖുൻ എന്നല്ലേ? ജാ സദീഖുൻ യാൽ മുത്തകല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്തപ്പോൾ എന്തായി? കസ്റത്ത് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യണം? ദമ്മത്തിൻ മുഖദ്ദറത്താണ്, തഖ്ദീറായ ദമ്മത്ത് കൊണ്ടാണ് റഫ് ചെയ്തിരിക്കുന്നത്. ജാ അൽ മുഹാമി എന്ന് വന്നാല് അൽ മൻഖൂസാണ്. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ ലമ്മത്തിൽ മുഖദ്ദറത്താണ്. നമ്മൾ പറഞ്ഞു യാന് ലമ്മിനെ വഹിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്നൊക്കെയാണ് ഗ്രാമറിന്റെ മറ്റു പുസ്തകങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? സാങ്കല്പികമായ ലമ്മത്ത് കൊണ്ട് റഫ് ചെയ്തിരിക്കുന്നത്. അൽ മുസ്തഫ എന്ന് പറയുമ്പോഴത്തേക്കും മഖ്സൂറാണ്. അവിടെ എന്ത് ചെയ്യണം? ലമ്മത്തിൽ മുഖദ്ദറത്താണ്. യാന്റെ മുകളിൽ ലമ്മ ഒഴിവാകില്ല. ഇനി മൻസൂബ് ആണെങ്കിൽ റഅയ്തു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജായ്ക്ക് പകരം എന്ത് ചെയ്തു? ഇവിടെ ജാ ഫെയിലാണ്, ഇവിടെ റഅയ്തു ഫെയിലാണ്. പേര് വരുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? റഅയ്തു വരുമ്പോൾ ഫായില് അതിലുള്ള തൂവാണ് ഫായിൽ, അല്ലെങ്കിൽ അനയാണ് ഫായില്. പിന്നെ മഫ്ഊലുൻ ബിഹി എന്താണ്? സദീഖി മഫ്ഊലുൻ ബിഹി ആണ്. അപ്പൊ എന്തായിരിക്കണം? മൻസൂബ് ആയിരിക്കണം, ഫതഹത്തുൻ മുഖദ്ദറത്താണ്. കാരണം എന്താണ്? ജാ അൽ മുത്തകല്ലിമിലേക്ക് ഇളാഫത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ റഅയ്തു അൽ മുഹാമിയ, അപ്പൊ മുഹാമി യാ ചേർന്ന് വരുമ്പോൾ, അല്ല അൽ ചേർന്ന് വരുമ്പോൾ എന്ത് ചെയ്യും? അൽ ചേർന്ന് വരുമ്പോഴല്ല, അല്ലെങ്കിലും എന്ത് ചെയ്യും? മുഹാമിയ വരുമ്പോഴത്തേക്ക് എന്തായി? നസ്ബ് ഫതഹത്തുൻ ലാഹിറത്തുൻ. വെളിഭാഗം വ്യക്തമായ വളരെ പ്രത്യക്ഷത്തിലുള്ള ഫതഹത്ത് കൊണ്ട് തന്നെ നസ്ബ് ചെയ്യും. അതേപോലെ റഅയ്തുൽ മുസ്തഫ എന്ന് പറഞ്ഞാൽ ഫതഹത്തുൻ മുഖദ്ദറത്താണ്. അവിടെ മഖ്സൂറില് ഫതഹത്തുൻ മുഖദ്ദറത്താണ്.
കാരണം അലിഫ് ഒരു അടയാളങ്ങളെയും വഹിക്കില്ല. യാ ഫതഹത്തിനെ മാത്രം വഹിക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഇപ്പൊ മുസ്തഫ ഫതഹത്തൻ മുഖദ്ദറത്തിനാണ്. ഇനി അപ്പൊ അല നസ്ബും റഫം പറഞ്ഞു. അടുത്തത് അൽ മജ്റൂർ ജർ ചെയ്യപ്പെട്ടാൽ സല്ലംതു അല, അപ്പം ആമിലിനെ മാറ്റിയിട്ട് സല്ലംതു ഞാൻ സലാം പറഞ്ഞു അല. അപ്പൊ എന്തായി ഇവിടെ ആമില് ഹർഫ് ജറാണ് ആമില് കേട്ടോ, ഹർഫ് ജറാണ് ആമില്. ആക്ഷൻ ഉണ്ടായത് ഇവിടെ നിന്നാണ്, ഹർഫ് ജർ മുഖേനയാണ് കസ്ർ വരുന്നത്. അപ്പോ അല സദീഖി, അപ്പൊ അല സദീഖി എന്ന് പറഞ്ഞെടുത്ത് രണ്ട് അഭിപ്രായം എന്താ പറഞ്ഞത്? ആ ഒന്ന് പറഞ്ഞത് ഇവിടെ പറഞ്ഞതുപോലെ കസ്റത്തിൻ മുഖദ്ദറത്താണ്, കസ്റത്തിൻ മുഖദ്ദറത്താണ് സദീഖിന്റെ. മറ്റൊരു അഭിപ്രായം പറഞ്ഞത് അവിടെ പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രത്യേക കസ്റത്ത് തന്നെയാണ് അതിന്റെ അടയാളം. ഇവിടെ നമ്മളെ പുസ്തക ഗ്രന്ഥകർത്താവിന്റെ അഭിപ്രായ പ്രകാരം ഞാൻ പറഞ്ഞ എന്റെ മനസ്സിൽ വന്നതാണ് ഞാൻ പറഞ്ഞത്. കസ്റത്തിൻ മുഖദ്ദറത്താണ്, അവിടെ കിടക്കുന്ന കസർ യാ മുത്തകല്ലിം വന്നതുകൊണ്ടുള്ള കസറാണ്. അപ്പൊ കസ്റത്തിൻ മുഖദ്ദറത്താണ്. അൽ മഹാമി സല്ലംതു, ഓരോന്നും സല്ലംതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. സല്ലംതു അലാ സദീഖി, സല്ലംതു അലൽ മഹാമി. സല്ലംതു അലൽ മഹാമി എന്ന് പറഞ്ഞാൽ കസ്റത്തിൻ മുഖദ്ദറത്താണ് അലൽ മഹാമി. നേരത്തെ സദീഖി പറഞ്ഞ പോലെ അല്ല മഹാമി കേട്ടാ. മഹാമിയിലെ യാ എന്താണ്? അത് മങ്കൂസിന്റെ യായാണ്, മങ്കൂസിന്റെ യാണ്, യാൽ മുത്തകല്ലിമല്ല, മങ്കൂസിന്റെ യാണ്. അപ്പൊ മഹാമി, അപ്പൊ ആ യാന്റെ മുകളിൽ എന്ത് വരില്ല? യാന് കെസ്ർ വഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ് കസ്റത്തുൽ മുഖദ്ദറത്താണ്. അടുത്തത് സല്ലംതു അലൽ മുസ്തഫ, സല്ലംതു അലൽ മുസ്തഫ വരുമ്പോഴത്തേക്ക് എന്താണ്? അത് മങ്കൂസാണ്, അല്ല സോറി, അത് മഖ്സൂറാണ്, അത് ചുരുങ്ങുന്നതാണല്ലോ, മഖ്സൂറാണ്. അതെന്താണ്? കസ്റത്തുൽ മുഖദ്ദറത്താണ്. അതൊക്കെ നമ്മൾ ആദ്യം വായിച്ചിരുന്നത് ഇപ്പം വായിച്ചപ്പോൾ തന്നെ തുടർച്ചയായിട്ട് വായിച്ചു പോകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് തലവരിപ്പുണ്ടാവും തുടർച്ചയായിട്ട് വായിച്ചു പോകുമ്പോൾ. അതേസമയം നമ്മൾ ഒരു സെന്റൻസ്, ഇതിലുള്ള ഒരു സെന്റൻസ് വരുമ്പോഴത്തേക്കും നമുക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അൽ അലാമാത്തുൽ അസ്ലിയ്യത്തു വൽ ഫറഇയ്യത്തു വൽ ളാഹിറത്തു വൽ മുഖദ്ദറത്തു. ഇനി അതിന് അൽ അലാമാത്തുൽ അസ്ലിയ്യത്തു വൽ ഫറഇയ്യത്തു. 8 മണിയായി. 8 മണി കഴിഞ്ഞ്. അതെ, ഇൻഷാ അല്ലാഹ് ഇത് അടുത്ത ക്ലാസ്സിൽ എടുത്തത്. അത്യാവശ്യമായി. അത്യാവശ്യമല്ല, അത്യാവശ്യത്തിലധികമായി, അനാവശ്യവുമായി. നിങ്ങളൊക്കെ കേട്ടിട്ട് എന്റെ അഭിപ്രായം നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ചെയ്ത് തരാൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ പാഠം പഠിച്ചാൽ മതി, കറക്റ്റ് ആവും. ഇൻഷാ അല്ലാഹ്. നിങ്ങൾ പഠിപ്പിച്ച പാഠം പഠിച്ചാൽ മതി. ഇൻഷാ അപ്പൊ അല്ലാഹ്, നമുക്ക് ഇൻഷാ അല്ലാഹ്. ഇനി പിന്നെ അതുകൊണ്ട് എക്സസൈസിലേക്ക് പോവുകയാണ്. ഇനി ഒരു അത് ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് വീണ്ടും പറയാൻ പോണത് കേട്ടോ. ഇപ്പൊ നമ്മള് ഇതുവരെ പറഞ്ഞത് തന്നെയാണ് ഇനിയും പറയാൻ പോകുന്നത്. അലാമാത്തുൽ അസ്ലിയ്യത്തു വൽ ഫറഇയ്യത്തു വൽ ളാഹിറത്തു വൽ മുഖദ്ദറത്തു. അതല്ല പറഞ്ഞത്, അലാമാത്തുൽ അസ്ലിയ്യത്തു വൽ ഫറഇയ്യത്തു വൽ ളാഹിറത്തു വൽ മുഖദ്ദറത്തു അല്ലേ? ഇവിടെ മുകളിലത്തെ ടേബിൾ പറഞ്ഞ അത് തന്നെയാണ്. ലാഹിറത്തും മുഖദ്ദറത്തുമാണ് ഇവിടെ പറഞ്ഞ രണ്ട് ടേബിളായിട്ട് പറഞ്ഞു. അതിന്റെ സംശയത്വമാണ് ഇവിടെ പറയാൻ പോണത്. ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. വാക്ക് മാറ്റിയെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ശരി തന്നെ. ഹദറ ജാഇക്ക് പകരം ഹദറ കൊടുത്തിട്ടുണ്ട്. പിന്നെ റഅയ്തുവിന് പകരം ദഅവത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സല്ലംതു അലായ്ക്ക് പകരം ഇത്തസൽതു ഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പരീക്ഷ ഡേറ്റ് നിശ്ചയിക്കാറായോ നമുക്ക്? ഇല്ലല്ലോ, ഇൻഷാ അല്ലാഹ്. ടീച്ചർ റിവിഷൻ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ 18, 19 ഒക്കെ ആയെന്നു. ഞാൻ വിചാരിച്ചത് അവിടെ കിടക്കട്ടെ, കാരണം ടൈം ഉള്ളപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ പിന്നീടാകട്ടെന്ന് പറഞ്ഞാൽ അന്നേരം വേറെ എന്തെങ്കിലും പണി വന്നാൽ ശരിയാവില്ല. അപ്പോ ശ്രദ്ധിച്ച് വായിക്കുക. നമ്മൾ ഒരുപാട് എന്ത് ചെയ്യേണ്ടതില്ല, ഈ അടയാളങ്ങൾ നോക്കിയിട്ട് തലമുണ്ടാക്കേണ്ടതില്ല. മറിച്ച് എന്താണ്, നമ്മളൊരു ആയത്ത് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു സെന്റൻസ് വരുമ്പോഴോ
ഇതിലെല്ലാ സംഗതികളും ഒരുമിച്ച് വരില്ലല്ലോ. വരുമോ? ഒരുപക്ഷെ വന്നേക്കാം. ഇവിടെ ഉദാഹരണത്തിന് കൊടുത്തിരിക്കുന്ന പോലെ ഒരുപക്ഷെ വന്നേക്കാം. അങ്ങനെ വരാൻ സാധ്യതകൾ വളരെ കുറവാണ്. അതുകൊണ്ട് ഇതൊന്നും നമ്മളെ വായനയോ പഠനത്തെയോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അതേസമയം നമ്മൾ ഇതെല്ലാം ഒരു കംപ്ലീഷന്റെ ഭാഗമായിട്ട് പഠിച്ചു വയ്ക്കുന്നു എന്ന് മാത്രം. അല്ലാഹു സംഗതികളൊക്കെ എളുപ്പമാകട്ടെ. അതേപോലെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, വിഷയങ്ങൾ, ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കണം. അതേപോലെ ചിന്തിക്കണം, പഠിക്കണം, പാഠം ഉൾക്കൊള്ളണം. അതെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഇതെല്ലാം ആ കള്ളന്മാർ അല്ലെങ്കിൽ ആ ദ്രോഹികൾ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യരുത്? നമ്മൾ അവരുടെ തലയിൽ വെക്കരുത്. പുൽവാമക്കാരനെ അറസ്റ്റ് ചെയ്താലും ചിലപ്പോൾ പുൽവാമക്കാരൻ ഏതെങ്കിലും മർദ്ദോ എന്തെങ്കിലും പേരുള്ളവനായാലും അറസ്റ്റ് ചെയ്ത ആളാരാണെന്നുള്ളതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കേണ്ടതുണ്ട്. ഇത്രയും നിങ്ങൾ ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്നുവരെയുള്ള വാർത്ത കേട്ടിട്ടുണ്ടാവും അല്ലെ? ഞാനിങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇന്നലെ എനിക്ക് തിരക്കായിരുന്നു ഫുള്ള്. ഇന്നലെ വൈകുന്നേരത്തുമുള്ള വാർത്തയൊന്നും ഞാൻ കണ്ടില്ല. രാവിലെ ഓൺ ചെയ്ത് നോക്കുമ്പോഴാണ് പുൽവാമയിൽ, അതായത് എന്താണ് പിന്നെ ചെങ്കോട്ടയിൽ ഈ സംഭവം നടന്നതും പുൽവാമക്കാരനെ അറസ്റ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ നല്ല രീതിയിൽ ചിന്തിക്കണം, വരികൾക്കിടയിലൂടെ വായിക്കണം, അതിന്റെ മറു ഡയറക്ഷൻസ് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലേ മാത്രമേ നമ്മളെ ബുദ്ധി പ്രവൃത്തിയോടെ ഇരിക്കുകയുള്ളൂ. എനിക്ക് അതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മെമ്മറി കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ നമ്മൾ ആ ഇൻസിഡന്റിന്റെ കാരണം ഇത്രയും സുരക്ഷിതത്വം സൂക്ഷിക്കുന്നവരില്ല. വാർത്തകളിലൊക്കെ പറയുന്നത് ഹൈ സെക്യൂരിറ്റി ഉള്ള ഏരിയയാണ് ഈ ഭാഗം. അപ്പൊ ഹൈ സെക്യൂരിറ്റി ഉള്ള ഏരിയയിൽ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ബാക്കി ഞാൻ പറയുന്നില്ല, ബാക്കി വാർത്താ മാധ്യമങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നമ്മളെപ്പോഴും അങ്ങനെ ഒരു ചിന്ത എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ വരുമ്പോഴും ഉടനെ തന്നെ NIA ആണ് അന്വേഷിക്കുന്നത്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇനി അങ്ങനെ സംഭവ വികാസം ഉണ്ടാക്കാനുള്ള കാരണം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയം എന്താണ്? ഇപ്പോൾ ഈ സംഭവത്തിന് മുമ്പ് വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയം എന്താണ്? ചിന്തിക്കുന്നില്ല നിങ്ങള്? എന്താണ്? വോട്ട് ചോരിയാണ്. SIR ആണ് വോട്ട് ചോരിയാണ്. ബീഹാർ ഇലക്ഷൻ അല്ലേ? ആ, അവിടെയുള്ള വോട്ട് അട്ടിമറിയാണ് ഇപ്പോഴുള്ള വിഷയം. ആ വിഷയങ്ങളിൽ നിന്നും മറിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി ഇതാണ്. ഇനി നിങ്ങൾ വാർത്താ മാധ്യമങ്ങളുടെ ബാക്കിയൊക്കെ വരും. നിങ്ങൾ നമ്മുടെ നിലപാടിൽ ആദ്യം എത്തണം. എന്നിട്ട് ആ നിലപാട് തന്നെയാണോ വാർത്താ മാധ്യമങ്ങൾ വരുന്നതെന്ന് ചിന്തിക്കണം. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതോടൊപ്പം ഞാൻ പറഞ്ഞു വരുന്നത് SIR ആണെങ്കിൽ എന്തായിരുന്നാലും നമ്മുടെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റും, ഈ പറയുന്ന ഡോക്യുമെന്റുകളൊക്കെ എന്തൊക്കെ 12 എണ്ണം ഉണ്ടോ 12 എണ്ണവും പറ്റുമെങ്കിൽ, ഇപ്പൊ നമ്മള് എന്താ പറയാ, എൽഡേഴ്സിനെ സംബന്ധിച്ചോളം 12 എണ്ണം ഒന്നും ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. പക്ഷെ യങ്സ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം നമ്മളെല്ലാ ഡോക്യുമെന്റുകളും എപ്പോഴും കരുതി വെക്കണം. കാരണം ഏത് ഡോക്യുമെന്റ് ആണ് എപ്പോഴും ഇൻവാലിഡ് ആക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഊന്നി പറയാൻ കാരണം, ഞാൻ എന്റെ പാസ്പോർട്ട് പുതുക്കണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. ഞാൻ പോക്കും യാത്രയൊക്കെ നമ്മൾ അടുത്തിരിക്കുകയായിരുന്നു. അപ്പൊ മകൻ എന്തോ ആവശ്യത്തിന് പാസ്പോർട്ട് പുതുക്കണമെന്ന് പറഞ്ഞു. പുതുക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് നമ്മള് അതിൽ കൊടുത്തിരിക്കുന്ന പോലെയൊന്നും അല്ല, എന്താ പറയുക, സൈറ്റിൽ കൊടുത്തിരിക്കുന്ന പോലെയൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. അവിടെ ചെല്ലുമ്പോൾ 3 ഡോക്യുമെന്റും നമ്മള് എന്താണ് 3 ഡോക്യുമെന്റ് നമ്മൾ ഒറിജിനൽ തന്നെ കൊടുക്കണം. ആ കൊടുക്കുന്ന കൂട്ടത്തിൽ 3 ഡോക്യുമെന്റിൽ ഒന്ന് ഇലക്ഷൻ ID സ്വീകരിക്കില്ല. ആധാർ കാർഡ് പറഞ്ഞിരിക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഒരു ഡോക്യുമെന്റ് പഴയ പാസ്പോർട്ട് തന്നെ മതിയെന്നാണ്. ഒരു ഡോക്യുമെന്റ് പഴയ പാസ്പോർട്ട് തന്നെ മതിയെന്നാണ്. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ പഴയ പാസ്പോർട്ട് കൂടാതെ, പഴയ പാസ്പോർട്ട് നിലവിൽ കയ്യിലുണ്ടായിരുന്ന പാസ്പോർട്ട് ഒരു ഡോക്യുമെന്റ് ആണ് യഥാർത്ഥം. കാരണം അതിന് ഇതുണ്ട്, അഡ്രസ് ഉണ്ട്. അപ്പോ അത് കൂടാതെ എന്ത് ചെയ്യണം? ഡോക്യുമെന്റുകൾ വേണം. അപ്പോ ഏത് സമയത്തും എപ്പോഴും എന്ത് ചെയ്യാം? നമ്മളെ സാരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം. മാത്രമല്ല, നമ്മളിപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ചൈൽഡിന്റെ വേണ്ടി നമ്മൾ ഇപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ല എങ്കിൽ ആ ഗ്രാൻഡ് ചൈൽഡിന്റെ കാലഘട്ടത്തിൽ അയാൾ
അഡൽട്ടായ അല്ലെങ്കിൽ മുതിർന്ന ആള് എന്താ പറയാ അയാൾ ഗ്രാൻഡ് ഫാദർ ആകുന്ന സമയം ഉണ്ടാവും. ആ സമയത്ത് അയാള് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, പ്രയാസം സഹിക്കേണ്ടി വരും. അപ്പൊ അവരുടെ ഉദ്ദേശിച്ചിട്ട് നമ്മൾ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ആക്ട് ചെയ്യണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലൽ ലിഖാ ബിഇذنില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം.